എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫ്ലൈവീലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീനാണ്. വേൾഡിലെ ഫസ്റ്റ് സ്പോർട്സ് ആക്ടിവിറ്റി കൂപ്പയായ BMW X6 ആണ് ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. So sit back and enjoy the drive of X6. കൺവെൻഷണൽ ഓട്ടോമൊബൈൽ ഇറയിൽ നിന്ന് മാറി പുതിയ ട്രെൻഡ് കൊണ്ടുവരുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ കമ്പനീസ് ഉള്ളത്. അതിൽ ഷൂട്ടിംഗ് ബ്രേക്ക്, പിന്നെ 4 ഡോർ കൂപ്പ, ഇങ്ങനെയുള്ള ക്രോസ് ഓവേഴ്സ് ആണ് അധികം നമ്മൾ കണ്ടുവരുന്നത്. അത്തരത്തിലുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു BMW X6 കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് സ്പോർട്സ് ആക്ടിവിറ്റി കൂപ്പേ. സാധാരണ BMW സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിന് പകരം സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിൾ ആയിട്ടായിരുന്നു വന്നത്. എന്നാൽ ഇതൊരു പുതിയ ട്രെൻഡ്, സ്പോർട്സ് ആക്ടിവിറ്റി കൂപ്പേ SAC എന്ന് പറയുന്ന ഒരു പുതിയൊരു ട്രെൻഡുമായിട്ടാണ് X6 വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ഹാവ് എ ഡാഷ് വിത്ത് ദ ന്യൂ X6 3 ലിറ്റർ ഡീസൽ. BMW ആദ്യമായി കൊണ്ടുവന്ന X5ഉം X3ഉം ഡെവലപ്പ് ചെയ്തിട്ടുള്ള അതേ അമേരിക്കൻ പ്ലാന്റിൽ നിന്നാണ് X6ഉം വന്നിട്ടുള്ളത്. എന്നാൽ അത് ഒരു പുതിയ X5ന്റെ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ നിലനിർത്തിയിട്ടുള്ളത്. കാരണം ഒരു ക്രോസ് ഓവർ ആകുമ്പം ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത് SUVയും പിന്നെ ഒരു കൂപ്പയും അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ്. സോ ബേസിക്കലി BMWന്റെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള എല്ലാ ഡിസൈൻ എലമെന്റ്സ് വെച്ചുകൊണ്ടിട്ട് പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവരിക, അതായിരുന്നു X6 ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫേസിയും പിന്നെ മൊത്തത്തിലുള്ള ഡിസൈൻ ലേഔട്ടെല്ലാം തന്നെ X5ന് വളരെ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡലിന് കോഡ് നെയിം ചെയ്തിട്ടുള്ള E71 ആണ്. അതിൽ ഫേസിയെ കുറിച്ച് പറയുമ്പം X5ൽ കണ്ടുവന്നിട്ടുള്ള സെയിം ടൈപ്പിലുള്ള രീതിയിലുള്ള, എന്നാൽ കുറച്ചുകൂടി ഒരു മൈൽഡ് ആക്കി, കുറച്ചുകൂടി ഒരു സ്പോട്ടി, കുറച്ചൊന്നൊരു ലോ ഡൗൺ ചെയ്തിട്ടുള്ളതാണ് ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. സാധാരണ BMWന്റെ എല്ലാ എലമെന്റ്സും, കിഡ്നി ഗ്രില്ലും പിന്നെ 2 ഡൂമായിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ വ്യക്തമാകുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു അലൂമിനിയം ട്രിം എല്ലാം കൊടുത്തു. അത് ഫേസ് ലിഫ്റ്റഡ് വേരിയന്റ് ആയ X5ൽ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ട് കൊടുത്തത് X6 ദാറ്റ് ആർ ദ ന്യൂ ചേഞ്ചസ് വിച്ച് കെയിം അതർ ദാൻ ദ X5. അതർവൈസ് ദിസ് ലുക്ക് സിമിലർ ലൈക്ക് ദ X5. ഈ X6ൽ ഏറ്റവും വലിയ ചേഞ്ച് കാണാനുള്ള ഇതിന്റെ സൈഡ് പ്രൊഫൈലിലാണ്. കാരണം X5ന്റെ ഒരു പോർഷൻ തന്നെയാണ് ഫ്രണ്ട് റൂം, പിന്നെ ഒരു A പില്ലറിന്റെ ഒരു ഭാഗം വരെ വരുന്നത്. എന്നാൽ അവിടുന്ന് മാറുന്ന രീതിയിലാണ് ഈ ചേഞ്ചസ് എല്ലാം വന്നിട്ടുള്ളത്. സാധാരണ കൂപ്പേ ലൈക്ക് റൂഫ് ലൈൻ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിലും കാണാം. കാരണം A പില്ലറിൽ നിന്ന് തുടങ്ങി പിന്നെ ബി പില്ലർ മുതൽ താഴേക്ക് സ്ലോപ്പ് ചെയ്യുന്ന രീതിയിലാണ്, ഒരു കൂപ്പേ എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ശരിക്കും സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ഫ്രം B to C പില്ലറും പിന്നെ D പില്ലറെല്ലാം തന്നെ വളരെ സ്ലോപ്പായി വന്നിട്ട് അങ്ങനെ ബൂട്ടിലോട് അഴുകി ചേരുന്ന രീതിയിലുള്ള ചെറിയൊരു ബൂട്ട് പോർഷനുള്ള പോലെയാണുള്ളത്. സാധാരണ ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ബൂട്ട് കൂടി, ബൂട്ടിന്റെ ഷേപ്പ് വരാൻ നോച്ച് ബാക്ക് എന്ന് പറയും. അത്തരത്തിലുള്ള ഒരു ബൂട്ട് ലിഡാണ് X6 വന്നിട്ടുള്ളത്. ആൻഡ് സൈഡ് പ്രൊഫൈലിൽ വന്ന ലൈൻസ് എല്ലാം തന്നെ X5ന് വളരെ സിമിലർ ആണ്. ഇപ്പൊ സ്റ്റെപ്സ് ആവട്ടെ, പിന്നെ ആ ബൾജസ് എല്ലാം ആവട്ടെ, എല്ലാം തന്നെ X5ൽ കണ്ടിട്ടുള്ള അതേ രീതിയിൽ തന്നെയുള്ള അത്തരത്തിലൊരു വേറൊരു പുതുമ കൊണ്ടുവന്നിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാതെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ്സ് തന്നെയാണ് X5ൽ നിന്ന് X6 എടുത്തിട്ടുള്ളത്. X6ന്റെ റിയറിന്റെ എത്തുമ്പോഴേക്കും ഒരു കാറും ഒരു SUVയും ബ്ലൻഡ് ചെയ്ത രീതിയിലുള്ള, അതിനാണ് ക്രോസ് ഓവർ കൊണ്ട് മീൻ ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ട ഒരു കാറിന്റെ ഒരു ചെറിയൊരു ബൂട്ട് ലിഡ് ഉള്ള പോലെയാണ് തോന്നുന്നത്. എന്നാൽ അതൊരു നോച്ച് ബാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ ഡിക്കി തുറക്കുമ്പോൾ ആണെങ്കിൽ ഈ ഗ്ലാസ് അടക്കം തുറക്കുന്ന രീതിയിൽ, അതിനാണ് സാധാരണ നോച്ച് ബാക്ക് എന്ന് പറയാം. അതെല്ലാം തന്നെ ബട്ടണിൽ ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോർമലി ഇപ്പം എല്ലാ പുതിയ ലക്ഷറി കാർസിനും വരുന്ന ഒരു ട്രെൻഡാണ്. പിന്നെ റിയർ പോർഷനിൽ ബമ്പറിന്റെ എല്ലാം ഡിസൈൻ ലേഔട്ട് X5ൽ നിന്ന് എടുത്തത് തന്നെയാണ്. എന്നാൽ കുറേ ഒരു സ്പോട്ടി ക്യാരക്ടർ നൽകാൻ കുറേ ഒരു ബ്ലാക്ക് പോർഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ 2 എക്സ്പോസ് ആയിട്ടുള്ള ടെയിൽ പൈപ്സ് ഉണ്ട്, അതും X5ൽ കണ്ട രീതിയിലാണ്. പിന്നെ ടെയിൽ ലൈറ്റിന്റെ എല്ലാം ലേഔട്ടും X5ൽ കണ്ട അതേപോലെ, പക്ഷെ കുറേ ഒരു ഡിഫറെന്റ് ആണ്. X5ൽ നിന്ന് കുറച്ചുകൂടി ഒരു കൂപ്പയ്ക്ക് വേണ്ട രീതിയിലുള്ള ചെറിയ ചേഞ്ചസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഓൾടുഗദർ ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് X5 ആൻഡ് എ കൂപ്പേ. ഒരു BMWയിൽ ഇപ്പം ഒരു 3 സീരീസിലുള്ള കൂപ്പേന്റെ ഒരു എടുത്തുള്ള രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് എ ന്യൂ ബ്രീഡ്. കാരണം ആദ്യമായിട്ടാണ് ഒരു SAC അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റി കൂപ്പേ അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ കൂപ്പേ ആൻഡ് SUV എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. ആൻഡ് BMW ബൈ ഡിസൈൻ വൈസ് ഡൺ എ ഗുഡ് ജോബ്. ഇറ്റ്സ് വെരി അട്രാക്റ്റീവ് ഡിസൈൻ.
and most of the youngsters will like it. BMW X5 സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകുന്നത് 19-inch alloys ആണ്. അതിൽ 5-spoke ഡിസൈൻ ആണ് എന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത വെഹിക്കിളുള്ള ഒരു ട്വിൻ സ്പോക്ക് എന്ന രീതിയിൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫിറ്റ് അടിക്കുന്ന 255, 50, 19-inch ട്രബേഴ്സ് ആണ്. പിന്നെ ഒരു SAV ആണ്. പിന്നെ എക്സ് ഡ്രൈവ് ഉണ്ടെങ്കിലും കൂടുതൽ ഓൺ റോഡ് പെർഫോമൻസ് ആണ് ചെയ്യാന്നുള്ളതുകൊണ്ട് ഓൺ റോഡ് ത്രെഡുള്ള ടയേഴ്സ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. Flywheel. Kairali TMT Steel, the only manufacturer for Steel Authority of India. Now with FE 500 grade. Added values: earthquake resistant, corrosion resistant and cost effective. എന്റെ വീടിന്റെ hidden strength Kairali TMT കമ്പികൾ. Kairali TMT Steel, the choice of a lifetime. A Kalliyat product. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർ കണിയാൻ മലബാർ അവതരിപ്പിക്കുന്നു സ്റ്റാർലറ്റ് കിഡ്സ് ജ്വല്ലറി. ഇളം മേനിക്ക് പോറലേൽപ്പിക്കാത്ത സവിശേഷ ഡിസൈനുകളിൽ കൊച്ചു കൊച്ചു ആഭരണങ്ങളുടെ വലിയ ശേഖരം. മലബാർ ഗോൾഡ്, ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതി ബാഹ്യസുരക്ഷയ്ക്കായി പുറന്തോടുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വപ്നഗൃഹത്തിന് വേണം ബാഹ്യ സംരക്ഷണത്തിനുപരി ഉള്ളിൽ നിന്നുള്ള സംരക്ഷണം. അതിനാൽ ഉപയോഗിക്കൂ ഉന്നത ഗുണമേന്മയുള്ള കൈരളി TMT സ്റ്റീൽ ബാർസ്, ദ ചോയ്സ് ഓഫ് എ ലൈഫ് ടൈം, എ കള്ളിയത്ത് പ്രോഡക്റ്റ്. X6ന്റെ എൽഡർ ബ്രദർ X5 കണ്ടിട്ടുള്ള ടിപ്പിക്കൽ ലേഔട്ട് തന്നെയാണ് കമ്പനി ഇതിന്റെ ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്, എസ്പെഷ്യലി ഓൺ ദ ഡാഷ്ബോർഡ്. X5 കണ്ട അതേ ടൈപ്പ് തന്നെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോൾ BMW കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, സെന്ററിൽ വരുന്ന ഐഡൈഡ് സിസ്റ്റവും പിന്നെ എയർ വെന്റും പിന്നെ സെന്റർ കൺസോളിൽ വരുന്നിട്ടുള്ള നോബ്സ് എല്ലാം തന്നെ അങ്ങനെ തന്നെ ലേഔട്ട് കൊടുത്തിട്ടുള്ളത്. എന്നാൽ നോർമലി BMW വരുന്ന ആ ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു ഡ്രൈവർ ഓറിയന്റഡ് ഡാഷ്ബോർഡ്, അത് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പിന്നെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ഇസ് ഓൾസോ ഗുഡ്. നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇവൻ ദോ ഇറ്റ്സ് ഓൾ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്, പക്ഷെ ഒരു ലെതറിന്റെ ഒരു ഫിനിഷ് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയറിൽ. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന വുഡ് ട്രിം ഈ പെർട്ടിക്കുലർ മോഡലിലുള്ള ഒരു ഡാർക്ക്, കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു വുഡാണ്. പെട്ടെന്നും ഒരു വുഡായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്ത രീതിയിലാണ് അതുള്ളത്. ബട്ട് നമുക്ക് ചോയ്സസ് ഉണ്ട്, അതുകൊണ്ട് വുഡ് എല്ലാം തന്നെ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതർ തിങ് വിച്ച് ഐ നോട്ടീസ് ദ അലൂമിനിയം ട്രിം വിച്ച് ഐ ഗിവൺ, അതൊരു സ്പോട്ടി ക്യാരക്ടർ നൽകുന്ന രീതിയിലാണ്. സോ ഓൾ ടുഗദർ ഒരു സ്പോട്ടി പ്ലസ് ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഡാഷ്ബോർഡിന്റെ ഡിസൈൻ ഉള്ളത്. X6ന്റെ ഇന്റീരിയറിൽ എനിക്ക് ഏറ്റവും അട്രാക്ഷനായി തോന്നിയിട്ടുള്ളത് ഇതിന്റെ സ്റ്റിയറിംഗ് വീലാണ്. മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. എന്നാൽ അതിലുള്ള പെഡൽ ഷിഫ്റ്റ് ആണ് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ BMW M സീരീസിലെല്ലാം വരുന്ന, അത് ട്യൂൺഡ് വേർഷനായ M സീരീസിൽ വരുന്ന രീതിയിലുള്ള പെഡൽ ഷിഫ്റ്റ് ആണ്. വളരെ ഒരു സ്പോട്ടി ക്യാരക്ടർ നൽകുന്ന രീതിയിലുള്ള, സാധാരണ ഫോർമുല 1 പോലെ രണ്ട് സൈഡിലും അപ്പും ഡൗണും ചെയ്യാം. അത് അപ്പ് ചെയ്യാനും പ്രസ് ചെയ്യാനും പിന്നെ ഡൗൺ ചെയ്യാനും തംസ് കൊണ്ട് പ്രസ് ചെയ്യാനും ചെയ്യേണ്ടത്. പിന്നെ അതിൽ വന്നിരിക്കുന്ന ഗിയർ ലിവർ ഇപ്പോൾ സാധാരണ പുതിയ എല്ലാ വേർഷനിലും വരുന്ന ഒരു വൺ ടച്ച് ആയിട്ടുള്ള ഗിയർ ലിവറാണ്. പിന്നെ ഐ ഡ്രൈവിനെ കുറിച്ച് പറയുമ്പോൾ ഐ ഡ്രൈവിൽ വന്നിരിക്കുന്ന മൾട്ടി ഫംഗ്ഷൻ മൾട്ടിമീഡിയ സിസ്റ്റം അത് വളരെ എഫക്റ്റീവായിട്ട്, ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട് വളരെ ഈസി ടു യൂസ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള മെനു ബട്ടൺസും എല്ലാം തന്നെ പുറത്തുണ്ട്. അതിന് പുറമെ ഗ്രാഫിക് ക്വാളിറ്റിയും ഭയങ്കര ഹൈ ആണ്. സാധാരണ കഴിഞ്ഞ ജനറേഷൻ മാറി വന്നപ്പോൾ നല്ലൊരു ഹൈ ക്വാളിറ്റി ഗ്രാഫിക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. X6ന്റെ ഫ്രണ്ട് സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഡ്രൈവർ ഓറിയന്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. വളരെ സപ്പോർട്ടീവ് ആയിട്ടും നല്ലൊരു ഹോൾഡിംഗ് കിട്ടുന്ന രീതിയിലുള്ള, സാധാരണ BMW കാസിലെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു ടൈപ്പ് സീറ്റ് തന്നെയാണ്. അതിന് നല്ലൊരു ലംബർ സപ്പോർട്ട് ഉണ്ട്. പിന്നെ തായ് സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം തന്നെ ഒരു ഡ്രൈവർ ഓറിയന്റഡ് കാറിന് വേണ്ട രീതിയിൽ തന്നെയുള്ള. അതുകൊണ്ട് ഒരു നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളൊരു നല്ല ഹാർഡ് ഡ്രൈവ് എല്ലാം ചെയ്യുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലാണ് ഈ സീറ്റിലുള്ളത്. അതുകൊണ്ട് ഫ്രണ്ട് സീറ്റ് വളരെ അധികം സ്കോർ ചെയ്യുന്ന രീതിയിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുള്ളത്. X6ന്റെ റിയർ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു സ്പോർട്സ് ആക്ടിവിറ്റി കൂപ്പ എന്നാ പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് നോർമലി കൂപ്പയിൽ ബാക്ക് സീറ്റ്സ് കുറച്ച് ക്രാംഡ് ആയിരിക്കും, അത് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഉള്ളത് കുറച്ചൊരു ക്രാംനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നോർമലി ഒരു സാധാരണ ഒരു അഡൽട്ടിന് അധികം ക്രാംനെസ് ഇല്ലാത്ത രീതിയിലും, എന്നാൽ കുറച്ച് ടോൾ ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചൊരു ഹെഡ് റൂമിന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന രീതിയിലുള്ളത്. ഇവന്ത് നല്ലൊരു ലെഗ് റൂം ഉണ്ട്, പിന്നെ സെപ്പറേറ്റ് സീറ്റ്സും എല്ലാം. എന്നാലും ഒരു ഹെഡ് റൂമിന്റെ ഒരു ആസ്പെക്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബാക്ക് സീറ്റ് ഇസ് ബിറ്റ് ക്രാംഡ്. അതർവൈസ് നല്ലൊരു സീറ്റ് ലേ ഔട്ട് ആണുള്ളത്, കാരണം ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല ലെഗ് സ്പേസ് ഉണ്ട്, പിന്നെ സെപ്പറേറ്റ് സീറ്റ്സ് ആണ്. സെന്റർ കൺസോളിൽ നമ്മൾ ഫ്രണ്ടിൽ പോലെ തന്നെ റിയറിലും ഹൈഡ്രാൻഡ് സിസ്റ്റംസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന രീതിയിലല്ല ഉള്ളത്. ബട്ട് ഓൺലി തിങ് ഈസ് ദ ഹെഡ് റൂം ഇസ് ബിറ്റ് ലോ, അതുകൊണ്ട് ചെറിയൊരു ക്രാംനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിയർ സീറ്റിൽ മറ്റൊരു അട്രാക്ഷൻ ഞാൻ കണ്ടിട്ടുള്ളത് സെന്ററിൽ കൊടുത്തിട്ടുള്ള LCD മോണിറ്ററാണ്. അത് ഇവിടുത്തെ മൾട്ടിമീഡിയ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കിപ്പം DVDയിലെല്ലാം പിക്ചേഴ്സ് എല്ലാം കണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അത് സെന്ററിലാണ് ലൊക്കേറ്റ് ചെയ്തത്. സാധാരണ ഇപ്പോൾ ലക്ഷറി കാസിന് 2 സീറ്റ്സിന്റെ പിറകിലായിട്ടുള്ളതല്ല, പക്ഷെ ഇതിൽ സെന്ററിൽ ആയിട്ടേ കൊടുത്ത്. എന്നാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള റിമോട്ട് എല്ലാം തന്നെ പിറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നോബ്സും ഉണ്ട്, അതിന് പുറമെ റിമോട്ട്സും ഉണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിൽ ഡ്രൈവറെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് ഉള്ളത്. ഓൾട്ടുഗദർ ഒരു ഹൈലി ടെക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാർ ഇതിലാണ് ഇതൊരു ഫീൽ ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു യങ്സ്റ്റേഴ്സിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റീരിയറും ഒരു ക്യാരക്ടറുമാണ് X6 അത് ഇന്റീരിയറിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്.